ഹായ്. നമ്മൾ പനി വന്നാലും ജലദോഷം വന്നാലും മൂക്കടപ്പ് വന്നാലും കഫം കൊണ്ടുള്ള ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് പതിവാണ്. ഡോക്ടറെ കാണിക്കാൻ പോയാൽ തന്നെ ഇപ്പോഴത്തെ കൊറോണ ആണെങ്കിലും കൂടി ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഡോക്ടർ പറയും നന്നായി ആവി പിടിക്കുക, നല്ല ചൂടുള്ള വെള്ളം കുടിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക. ഇതാണ് ഡോക്ടർ പറയുക. ഇപ്പം കൊറോണ കാലമായതുകൊണ്ട് തന്നെ കൊറോണ ഉള്ളവരും അല്ലാത്തവരുമൊക്കെ ഇപ്പോൾ ആവി പിടിക്കുന്നത് അല്പം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാക്കാനും അതിന് വേണ്ടിയുള്ള യന്ത്രത്തെയുമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു ആവി പിടിക്കുന്ന യന്ത്രമാണ് ഗിൽമ എന്ന് പറയുന്ന കമ്പനിയുടെ ഓൾ ഇൻ വൺ വാപ്പറൈസർ. പെട്ടി തുറക്കുമ്പോൾ നമുക്ക് ആവി പിടിക്കുന്ന യന്ത്രം കാണാൻ കഴിയും. ഈ പെട്ടി തുറന്ന് സാധനം പുറത്തേക്ക് വെക്കുമ്പോൾ അതിന് ചുറ്റുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു സൗണ്ട്, എൻ്റെ സാറേ, അത് വല്ലാത്തൊരു സൗണ്ടാണ്. ഇതാണ് ഈ കൂട്ടത്തിൽ ആവി ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ യന്ത്രം. അടുത്ത നമുക്ക് കിട്ടുന്നത് ഒരു വലിയ അച്ചാണ്. നമ്മുടെ മുഖം കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണത്. പിന്നെ ഉള്ളത് ഒരു ചെറുതാണ്. പിന്നെ ഉള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടായാൽ ഉരുകാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക്കാണ്. പിന്നെ അതിൽ വാട്ടർ ലെവലായിട്ട് മീഡിയം, ലോ, ഹൈ മൂന്നും കൊടുത്തിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന നീല നിറത്തിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ വെള്ളം ചൂടാക്കുന്ന ഭാഗം. ഇത് മൊത്തം കവർ ചെയ്തതിനാൽ നമുക്ക് ഇതിൻ്റെ ഉൾവശം ചെറിയ രീതിയിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അടുത്തത് നമുക്ക് ഇതിൽ കിട്ടുന്ന വയർ 1.5 മീറ്റർ നീളമുള്ള ഒരു വയറാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത നീളം തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. നമ്മൾ ഫിൽറ്റർ ചെയ്ത വാട്ടറും ഹാർഡ് വാട്ടറും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സ്വല്പം ഉപ്പ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ പാത്രത്തിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറണ്ട് കൊടുക്കാം. ഇതിന് സ്വിച്ചും ഇൻഡിക്കേറ്ററും നൽകാത്തത് ഇതിന് വലിയ ഒരു പോരായ്മയായി തന്നെ നമുക്ക് കാണാം. ചെറിയ രീതിയിലുള്ള ശബ്ദം മാത്രമേ ഇതിനുള്ളൂ. ഇത് വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ശബ്ദമാണ്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ള 3 വ്യത്യസ്ത തരത്തിലുള്ള അച്ചുകൾ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നോക്കാം. 3 രീതിയിലാണ് നമുക്ക് ആവി പുറത്തു വിടുന്നത്. യൂട്യൂബിൽ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് നമുക്ക് ഹാനികരമാണെന്നും അത് കുഴപ്പമില്ല എന്ന് പറയുന്ന 2 വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. 3 അച്ചുകളിൽ നിന്നും ഇതാണ് കുറച്ചധികം ഉപകാരപ്രദമായി തോന്നിയത്. ഇത് നല്ല രീതിയിൽ ആവി കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ തിളച്ച വെള്ളം ഗ്ലാസ്സിലൊഴിച്ചും പുട്ടുകുട്ടിയിലിട്ട് തിളപ്പിച്ചുമാണല്ലോ ആവി പിടിക്കാറുള്ളത്. പക്ഷെ അത് അധികം നേരം ആവി നിലനിൽക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു പോരായ്മ. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിൽ നമ്മൾ എത്ര നേരം പിടിക്കുന്നോ അത്രയും നേരം നമുക്ക് നല്ല രീതിയിൽ ആവി കിട്ടുമെന്നതാണ് ഇതിൻ്റെ ഗുണമേന്മ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും ആവി പിടിക്കുന്നത് ഉത്തമമാണ്. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ അല്പം പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അല്പം നേരം വെറുതെ പ്രവർത്തിപ്പിച്ചാൽ അതിൻ്റെ മണം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഞാനിത് വാങ്ങിയത് രാജീവേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹവുമായി കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പല വസ്തുക്കളും ഷോപ്പിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ വില കുറഞ്ഞ രീതിയിൽ ലഭിക്കുന്നതാണ്. അത്രയും നേരം സഹിച്ചതിന് വളരെ വളരെ നന്ദി. നിങ്ങൾക്കറിയാലോ, എല്ലാവരും പറയും പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ചെയ്യണോ, മറന്നു വരുത് കേട്ടോ.